ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് ആക്ട് അപ്രൻറ്റീസസിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പിന്നെ ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് ഒഴിവുകളുള്ളതെന്ന് നോക്കാം. അതുതന്നെ ഒഴിവുകൾ കൊടുത്തിട്ടുള്ള ഹൗറ ഡിവിഷനിലേക്കാണ്. ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളതെന്നൂടെ കൊടുത്തിട്ടുണ്ട്. ഒഴിവുകളെല്ലാം തന്നെ അൺറിസർവ്ഡ്, SC, ST, OBC, EWS എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. കൂടാതെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് സർവീസ്മാനും ഒഴിവുകൾ വന്നിട്ടുണ്ട്. മുഴുവൻ 659 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 26 ഒഴിവുകളും എക്സ് സർവീസ്മാന് 20 ഒഴിവുകളും വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് സീൽഡ ഡിവിഷനിലേക്കാണ്. മുഴുവൻ 1123 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതിൽ എക്സ് സർവീസ്മാന് 45 ഒഴിവുകൾ വന്നിട്ടുണ്ട്. കൂടാതെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കും പല വിഭാഗത്തിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് അസൻസോൾ ഡിവിഷനിലേക്കാണ്. മുഴുവൻ 412 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതിലും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് പല വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കൂടാതെ എക്സ് സർവീസ്മാന് 12 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് മാൽഡ ഡിവിഷനിലേക്കാണ്. മുഴുവൻ 100 ഒഴിവുകൾ വന്നിട്ടുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 4ഉം എക്സ് സർവീസ്മാന് 3ഉം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് കാഞ്ചിറപ്പാറ വർക്ക്ഷോപ്പിലേക്ക് മുഴുവൻ 190 ഒഴിവുകൾ വന്നിട്ടുണ്ട്. എക്സ് സർവീസ്മാന് 5ഉം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 6ഉം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ലിലുവ വർക്ക്ഷോപ്പിലേക്ക് മുഴുവൻ 204 ഒഴിവുകൾ വന്നിട്ടുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 8 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൽ എക്സ് സർവീസ്മാന് ടോട്ടൽ ഒഴിവുകളുടെ 3% പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ജമൽപൂർ വർക്ക്ഷോപ്പിലേക്കാണ്. മുഴുവൻ 678 ഒഴിവുകൾ വന്നിട്ടുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് പല കാറ്റഗറിയിലായിട്ടും എക്സ് സർവീസ്മാന് 20 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡിവിഷനുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇനി പ്രായപരിധി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 മുതൽ 24 വയസ്സ് വരെയാണ്. അപ്പോൾ അതിൽ SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും എക്സ് സർവീസ്മാനും വയസ്സിന് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ യോഗ്യതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സാവണമെന്നാണ്. 10ാം ക്ലാസ്സിൽ മിനിമം 50% മാർക്കും വേണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം, അതായത് IT പാസ്സാവണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിട്ടുള്ള 6 ട്രേഡുകളിലേക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് പാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ ട്രേഡുകളിൽ IT സർട്ടിഫിക്കറ്റും വേണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, ഷീറ്റ് മെറ്റൽ വർക്കർ, ലൈൻമാൻ, വയർമാൻ, കാർപ്പൻറ്റർ, പെയിൻറ്റർ. അപ്പോൾ ഇത്രയും ട്രേഡുകളിലേക്കാണ് 8ാം ക്ലാസ് പാസ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് വിദ്യാഭ്യാസ യോഗ്യതകളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി സെലക്ഷൻ എങ്ങനെയായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ ITയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. അതിൽ 8ാം ക്ലാസ് പാസ്സുള്ള ട്രേഡുകളിൽ 8ാം ക്ലാസ്സിൻ്റെ ITയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇതിൽ SC STക്കും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതകൾക്കും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ളവർ 100 രൂപ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കണം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. www.rrcer.com എന്ന വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലിങ്ക് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. നാല് 10/2021 അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3/11/2021. അപ്പോൾ അതിനു മുമ്പായിട്ട് യോഗ്യതകളുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുള്ള തീയതിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 18/11/2021. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഈസ്റ്റേൺ റെയിൽവേയിലേക്കാണ് ആക്ട് അപ്രൻറ്റീസസിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3/11/2021. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്.